ട്രംപിനേക്കാൾ വേഗത്തിൽ ലോകത്തെ ഞെട്ടിക്കുകയാണ് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു, പാലസ്തീനൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, റാഡിക്കലായിട്ടുള്ള പഴയ നിയമങ്ങളെല്ലാം മാറ്റിവെച്ച് അതിവേഗത്തിലുള്ള റാപ്പിഡായിട്ടുള്ള വികസനമാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടത്, അതിനുവേണ്ടി ഞാൻ നിൽക്കുന്നത്, പാലസ്തീനൊന്നും വിട്ടു, എൻ്റെ വിഷയമേ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൗദിയിൽ MBS മുഹമ്മദ് ബിൻ സൽമാൻ നടപ്പാക്കുന്നു. UAE-യിലാണെങ്കിൽ എത്രയോ മുന്നിലാണ്, ദുബായിയൊക്കെ എത്രയോ കാലമായിട്ട്. പക്ഷേ ഇപ്പോൾ UAE മൊത്തത്തിൽ സൗദിയുടെ വഴിയെ പോകുന്നു എന്ന് കേൾക്കുന്നു. UAE-യിൽ ഇന്നലെ പുതിയ വ്യക്തി നിയമം, പേഴ്സണൽ ലോ, ശരീഅത്ത് അല്ലാത്ത ലോ നിലവിൽ വന്നു. അപ്പോൾ ഗൾഫ് ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട്, ഇത് ജെൻഡർ ഈക്വാളിറ്റി, ലിംഗസമത്വം ലാക്കാക്കി ചെയ്തിരിക്കുന്ന മാറ്റങ്ങളാണ് എന്ന് പറഞ്ഞു. UAE ശരീഅത്തിനെ മാറ്റിവെക്കാൻ തുടങ്ങുന്നു എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ശരീഅത്തൊന്നുമില്ല. ഈ വ്യക്തി നിയമത്തിൽ അവര് ഒരു സ്ഥലത്തും അങ്ങനെ പരാമർശിക്കുന്നില്ല. പരാമർശിക്കുന്നതൊക്കെ ഈ സ്ത്രീയും പുരുഷനും അവര് സമന്മാരാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവരങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഭാര്യ ഭർത്താക്കന്മാരിൽ ഓരോരുത്തർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇതിൽ പറയാണ്, ഭാര്യയ്ക്ക് സ്വന്തം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാം. അവരുടെ സമ്മതമില്ലാതെ അവരുടെ ഭർത്താവിന് അവരുടെ സ്വത്ത് വിൽക്കാനാവില്ല. ഒരു പങ്കാളി സ്വത്തുണ്ടാക്കാൻ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുമ്പോൾ, ഇപ്പോൾ വീട് വെക്കുമ്പോഴോ വീടോ മറ്റോ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുമ്പോൾ മറ്റേ ആളുമായിട്ട് കൂടിയാലോചിച്ചിരിക്കണം. 18 വയസ്സിന് താഴെ ഈ ഉള്ള വിവാഹങ്ങൾ, അതിൽ എന്തെങ്കിലും ഇളവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് മന്ത്രിസഭ തീരുമാനിക്കണം. അപ്പോൾ 18 വയസ്സിലുള്ള വിവാഹം സ്വമേധ നടത്താൻ പറ്റില്ല. ബാലവിവാഹം പറ്റില്ല. ഇവിടെയൊക്കെ 14 വയസ്സ് 15 വയസ്സ് പറഞ്ഞല്ലേ നടക്കുന്നത്. അവരുടെ അവകാശമാണെന്നും പറയാറുണ്ട്. ഇവിടെ വിവാഹപ്രായം ഏകീകരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നരേന്ദ്രമോദിക്കെതിരെ ചന്ദ്രദാസ് ഇളക്കി. അതെ. പിന്നെ മൈനർമാര് വിവാഹ കാര്യങ്ങൾ രക്ഷാകർത്താവോ ട്രസ്റ്റിയോ ഇല്ലാതെ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിവാഹ അതോറിറ്റി കോടതിയായിരിക്കും, ഈ മൊല്ലാക്കന്മാരല്ല. അത് വേണോ വേണ്ടയോ എന്നൊക്കെ പറയുന്നത് കോടതിയായിരിക്കും. അത്തരം കാര്യങ്ങളിൽ ഇഷ്ടമുള്ള ആളെ സ്ത്രീക്ക് വിവാഹം ചെയ്യാം. രക്ഷകർത്താവ് എതിർത്താൽ കോടതിയാണ് അന്തിമമായി തീരുമാനിക്കുക. എന്നിട്ട് 18 വയസ്സായവർക്ക് മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ വിവാഹം ചെയ്യാം. പങ്കാളിയെ സ്വയം കണ്ടെത്താം എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് രക്ഷകർത്താവ് എതിർത്ത് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളിലൊക്കെ കോടതിയിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹമോചനം, കുട്ടികളുടെ കസ്റ്റഡി പ്രായം എന്നിവയ്ക്ക് ആണ് ഈ ഭേദഗതി വലിയ തോതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ വ്യക്തി നിയമം, ശരീഅത്ത് തുടങ്ങിയ സാധനങ്ങളൊക്കെ മാറ്റി ആഗോളമായും മനുഷ്യർ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ രീതിയിൽ മാതാപിതാക്കൾ നിഷേധിച്ചാലും വിവാഹമാകാം എന്ന് പറഞ്ഞത്, പുരുഷനും സ്ത്രീയും തമ്മിൽ 30 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ അത് കോടതി സമ്മതിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിലെ കാര്യം വെച്ച് ആലോചിക്കുമ്പോൾ. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചെറിയ വ്യത്യാസമൊക്കെ പാടുള്ളൂ എന്നാണല്ലോ ഇതുകൊണ്ട്. വലിയ വ്യത്യാസമുള്ള ചില വിവാഹങ്ങൾ ഇസ്ലാമിൽ നടന്നിട്ടുണ്ട്. വളരെ വ്യത്യാസം. അത് പണ്ട് നമ്പൂരിമാരിലും നടന്നിട്ടുണ്ട്. വിദേശ മുസ്ലിം സ്ത്രീകളുടെ വിവാഹത്തിന് രക്ഷാകർത്താവ് വേണമെന്ന് അവരുടെ ദേശീയ നിയമം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം വേണ്ട. ഇപ്പൊ ബ്രിട്ടനിലുള്ള ഒരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ ബ്രിട്ടീഷ് നിയമത്തിൽ രക്ഷാകർത്താവിന്റെ സമ്മതം വേണമെന്ന് പറയുന്നില്ലെങ്കിൽ സമ്മതം വേണ്ട എന്നാണ്. വിവാഹമോചനത്തിൽ കുട്ടികളുടെ കസ്റ്റഡി പ്രായം 18 ആക്കി ഉയർത്തി. നേരത്തെ ആൺകുട്ടിക്ക് 11, പെണ്ണിന് 13 അങ്ങനെയായിരുന്നു. അത് ഏകീകരിച്ചു. ആൺ പെൺ വ്യത്യാസമില്ലാതെ വന്നു. 15 വയസ്സായാൽ ഏത് രക്ഷിതാവിൻ്റെ കൂടെ ജീവിക്കണമെന്ന് കുട്ടിക്ക് തീരുമാനിക്കാം. അങ്ങനെയും പറഞ്ഞു.
മാതാപിതാക്കളെ അവഗണിക്കൽ, അവരോട് മോശമായി പെരുമാറൽ, അവരെ ദുരുപയോഗം ചെയ്യൽ, ഉപേക്ഷിക്കൽ, സാമ്പത്തിക സഹായം അവർക്ക് നിഷേധിക്കൽ, ഇവയ്ക്കൊക്കെ കടുത്ത ശിക്ഷ വ്യക്തി നിയമത്തിൽ പ്രഖ്യാപിച്ചു. പ്രായപൂർത്തിയാകാത്തവരുമായി സമ്മതമില്ലാത്ത യാത്ര, അവരുടെ സ്വത്ത് തട്ടിയെടുക്കൽ, മൈനേഴ്സിന്റെ സ്വത്ത് തട്ടിയെടുക്കൽ, അവരുടെ ഇൻഹെറിറ്റൻസ് അനന്തരാവകാശം കവർച്ച, പിന്തുടർച്ച, ആ പിന്തുടർച്ച, അവരുടെ അവകാശങ്ങൾ തട്ടിക്കളയൽ, ചൂഷണം ചെയ്യൽ, ഇതിനൊക്കെ കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. തടവിന് പുറമെ 5000 മുതൽ 1,00,000 വരെ ദിർഹം ആണ് പിഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുൻപ് അമുസ്ലിം ഭാര്യയ്ക്ക് കുട്ടിയുടെ കസ്റ്റഡി 5 വയസ്സ് വരെ എന്ന് പറഞ്ഞിരുന്നു. അത് നീക്കി. മുൻപ് അമുസ്ലിം ഭാര്യയ്ക്ക് കുട്ടിയുടെ കസ്റ്റഡി 5 വയസ്സ് വരെ എന്ന് കൊടുത്തിരുന്നു. അത് നീക്കി. സ്ത്രീധനം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം നോക്കി, സ്ത്രീധനത്തിനെതിരാണോ എന്ന്. അങ്ങനെയല്ല, സ്ത്രീധനം ഇതിൻ്റെ അകത്തുണ്ട്. അത് എത്രയാണെന്നൊക്കെ ഉള്ളത് ഉടനെ കൊടുക്കണം എന്നില്ല. അത് പാർട്ടാണെങ്കിൽ അത് കൃത്യമായി പാലിച്ചിരിക്കണം, അതിൻ്റെ ഇതൊക്കെ കൃത്യമായി വിശദീകരിച്ചിരിക്കണം എന്ന ലോയിൽ പറയുന്നുണ്ട്. ഭർത്താവ് ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ജീവനാംശം കൊടുക്കണം. വിവിധ ഭാര്യമാരെ ഒരുപോലെ തന്നെ കണക്കാക്കണം. സോഷ്യലിസം നടപ്പാക്കണം. അതായത് വിവിധ ഭാര്യമാർക്കിടയിൽ അവരെ ഒരുപോലെ കണക്കാക്കണം. ജെൻഡർ ഈക്വാളിറ്റി എന്നുള്ളത് അതിൻ്റെ അകത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് പൊതുവെ അതിൻ്റെ അകത്തുള്ള. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത് പലതും നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലേ? ആണ്. ഇത് സത്യത്തിൽ ആ താജിക്കിസ്ഥാനിലൊക്കെ അടുത്ത കാലത്തൊക്കെ നടപ്പാക്കിയില്ലേ? ഈ വസ്ത്രങ്ങളിൽ പോലും മാറ്റം കൊണ്ടുവന്നില്ലേ? സൗദിയിലും നടപ്പാക്കിയപ്പോഴും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞില്ലേ? മാന്യമായിരിക്കണം. അല്ല, വസ്ത്രം മാത്രമല്ല സാർ, നോക്കുന്ന സ്ത്രീകളെ കൃഷിയിടമായിട്ട് അവരെ അടിമകളായി കാണുന്ന ആ സിസ്റ്റം മാറുകയാണ്. ഇപ്പോൾ നമ്മൾ താലിബാനിൽ ഇസ്ലാമിസ്റ്റുകൾ അധികാരത്തിൽ വന്നു. ഇന്ത്യയിൽ തീവ്ര ചിന്താഗതികളുള്ള ആളുകളും സ്ത്രീകൾ പുറത്തിറങ്ങരുത്, സ്റ്റേജിൽ കയറരുത്, പാട്ട് പാടരുത്, മുഖം കാണിക്കരുത്, കണ്ണു മാത്രമേ കാണിക്കാവുള്ളൂ, പറ്റുമെങ്കിൽ അതും കാണിക്കാതിരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ ശക്തി പ്രാപിച്ചു വരുമ്പോഴാണ് ആദ്യമേ സൗദി മാറുന്നു, ഇപ്പോൾ UAE മാറുന്നു. ഇത് വല്ലാത്തൊരു മാറ്റമാണല്ലോ. അതിഗംഭീരമായ മാറ്റമാണ്. അവരെ ആധുനികതയിലേക്ക് നമ്മുടെ ഇവിടെ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ സ്വത്തിൽ സ്ത്രീക്ക് ഇപ്പോൾ അവകാശമില്ലല്ലോ. സ്വത്തിൽ സ്ത്രീക്ക് അവകാശം ഉണ്ടാവും. അങ്ങനെ അവകാശം കിട്ടുന്ന യൂണിഫോം പൊതു സിവിൽ നിയമം ഇവിടെ നടപ്പാക്കരുതെന്നാണ് ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. അവിടെ സ്വത്തിൽ സ്ത്രീക്ക് സമ്പൂർണ്ണ അവകാശമുണ്ട്. അവരോട് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. പിന്നെ അവർക്ക് ജീവനാംശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ മാതൃക ഏത് രാജ്യത്തെ UAE-യിലായിരുന്നെങ്കിൽ ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വേദിയിൽ പോയി സമ്മാനം വാങ്ങാൻ കഴിയുമായിരുന്നു. അല്ല, അതെ, ഞാൻ മനസ്സിലാക്കി. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ കേരളത്തിലെ മുസ്ലിമുകളുടെ റോൾ മോഡൽ ഏത് രാജ്യമായിരിക്കും ഇനി? അത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനായിരിക്കും. അഫ്ഗാനിസ്ഥാനായിരിക്കോ യമൻ ആയിരിക്കോ? അങ്ങനത്തെ രാജ്യങ്ങളുണ്ടല്ലോ, ഈ ശരീഅത്ത് മാത്രം വെച്ചിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങൾ. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ പറഞ്ഞ യമൻ എന്ന് പറഞ്ഞാൽ പ്രാകൃത രാജ്യങ്ങൾ എന്ന് പറയാം. ഇന്നത്തെ നിലവാരത്തിൽ പ്രാകൃത രാജ്യങ്ങൾ. അവയൊക്കെ പ്രാകൃത രാജ്യങ്ങളാണെന്ന് സത്യത്തിൽ നമ്മൾ ഈ ഗാസ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. കാരണം ഈ UAE, സൗദി, ബഹ്റൈൻ ഇങ്ങനത്തെ രാജ്യങ്ങളുണ്ടല്ലോ, ഇവരൊന്നും കൂടെ ഇല്ലല്ലോ. ഹമാസിന്റെ കൂടെ ഇല്ല, ഇറാന്റെ കൂടെ ഇല്ല, യമന്റെ കൂടെ ഇല്ല. യമനെ കൊണ്ടൊക്കെ വലിയ ശല്യമാണല്ലോ. ഒന്നാമത് നമ്മുടെ നാട്ടിലെ ഈ തങ്ങൾമാരില്ലേ, അവരൊക്കെ യമനിലെ ഹാദ്ര മൗന്തയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ് അവര്. അതായിരിക്കാം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഗൾഫിലെ ആളുകളും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയ സൗദിയിലെയും UAE-യിലെയും ആളുകൾ പുരോഗമനപരമായി ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസം കിട്ടിയ കേരളത്തിലെ മുസ്ലിമുകൾ പഴയ മാമൂലുകളിലേക്ക്, അതായത് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞല്ലോ, റാഡിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല, റാപ്പിഡായിട്ടുള്ള ചേഞ്ചാണ് വേണ്ടതെന്ന് അവർ അവിടെ തീരുമാനിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കിട്ടിയ മുസ്ലിങ്ങൾ എന്താണ്?
റാഡിക്കലായിട്ട് കൂടുതൽ റാഡിക്കലായി പഴയ മാമൂലുകളിലേക്ക് മുങ്ങിപ്പോകുന്നത്? അല്ല, ആ റാഡിക്കലായ ആളുകൾ തന്നെ പോയിരിക്കുന്ന രാജ്യങ്ങൾ നോക്കുക. ഈ പറഞ്ഞ അപരിഷ്കൃത രാജ്യങ്ങളിലേക്കാണ് അവർ പോയത്. അവരെങ്ങനെ പോയി, അതെന്തുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. വിദ്യാഭ്യാസം കിട്ടിയ അറബി രാജ്യങ്ങൾ മാറുന്നു, വിദ്യാഭ്യാസം കിട്ടിയ കേരളത്തിലെ ആളുകൾ വീണ്ടും പ്രാകൃതരാകും. കേരളത്തില് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും അല്ല മുസ്ലിം സ്ത്രീകൾ നടന്നുകൊണ്ടിരുന്നത്. അതെ അതെ, അവര് ബുർക്കയിട്ടൊന്നും ഹിജാബും ധരിച്ചൊന്നുമില്ല. ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഉടുപ്പ്, അതല്ല ജാക്കറ്റ് പോലത്തെ ഒരു ഉടുപ്പ്. ഇപ്പൊ അതിനുവേണ്ടി തന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ തീവ്രവാദികളായ മൊല്ലാക്കന്മാര് അങ്ങനെ കുറേ കൂടി തീവ്രവാദത്തിലേക്ക് പോവുകയാണ് ചെയ്തത് കേരളത്തിൽ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വത്വം, ഇസ്ലാമിക സ്വത്വം പരിരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വസ്ത്രത്തിലും കൂടി അത് കാണിക്കണം, മാലോകരെ ബോധിപ്പിക്കണം എന്ന് മൊല്ലാക്കന്മാര് പറഞ്ഞ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് എല്ലാ യുവാക്കളും മുഴുവൻ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നത് വലിയ മാറ്റമുണ്ട്. ഇസ്ലാം ഉടലെടുത്ത മുഹമ്മദ് നബി ജനിച്ച പ്രദേശം മാറി അവിടെ നിന്ന് കടം വാങ്ങിയ ആളുകൾ അവരെക്കാളും വലിയ ഇസ്ലാമായി മാറുകയാണ്. അതാണ് ഇവർ യമനിലേക്കാണ് പോയി. യമൻ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ആടുവയ്ക്കാൻ പോയ രാജ്യങ്ങളല്ലേ. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.